മനുഷ്യർക്ക് ദൈവം നിയമിച്ചിരിക്കുന്നു. എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. മനുഷ്യർക്ക് ദൈവം നിയമിച്ചിരിക്കുന്നു. എന്താ? ഈ നാട്ടിൽ ധാരാളം ഇഴജന്തുക്കൾ, പർവ്വജാതികൾ, മൃഗജന്തുക്കളുണ്ട്. പശുവുണ്ട്, കാളയുണ്ട്, പോത്തുണ്ട്, ആടും മാടുമുണ്ട്, പറവകളുണ്ട്, എല്ലാം ഉണ്ട്. അവരോടൊന്നും ഞങ്ങൾ പ്രസംഗിക്കുന്നില്ല. എന്താ അവരോട് പ്രസംഗിക്കാത്തേ? അവരുടെ മരണത്തിനപ്പുറം പിന്നെ ഒന്നുമില്ല. കാരണം അവർക്ക് ആത്മാവില്ല. ചത്തു ചത്തു. മനുഷ്യൻ ചത്തെന്ന് വിവരമുള്ളവൻ പറയത്തില്ല. പിന്നെ എന്തോ പറയും? മരിച്ചു പോയി. എന്തോ മരിച്ചു, തീർന്നതല്ല, മരിച്ചു. അവിടെയാണ് വിഷയം. മനസ്സിലാകുന്നോ? നിങ്ങളൊക്കെ പറയാറില്ലേ മരിച്ചു പോയി. എവിടെ പോയി? എവിടെ എത്തും? ആ കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് സുവിശേഷം. ഇന്ന് രാത്രിയിൽ നിങ്ങളത് ഗ്രഹിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ മനുഷ്യരോട്, ഇവിടെ ഇരിക്കുന്ന മനുഷ്യരാണല്ലോ, അതോ വല്ല മൃഗങ്ങളും കയറിൻ്റെ ഇടയിൽ ഇരിക്കുന്നു? മനുഷ്യര്, ആ മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മരണമുണ്ട്, ന്യായവിധിയുമുണ്ട്. ആ മനുഷ്യരോട് ദൈവത്തിനൊരു കൽപ്പനയുണ്ട്. അത് വിളിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 30-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നതെല്ലാം ഈ ബൈബിളിൽ നിന്നാണ്, അല്ലാതെ ഞാൻ എഴുതി കൊണ്ടുവന്ന ഒരു കാര്യവും നിങ്ങളോട് പറയുന്നില്ല. പത്രത്തിലെ വാർത്തയും പറയുന്നില്ല, അതെന്നെക്കാൾ നിങ്ങൾക്കറിയാം. ടി വിയിലെ ന്യൂസും എന്നെക്കാൾ നിങ്ങൾക്കറിയാം. ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. വായിച്ചു. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ, നിങ്ങൾ അറിയാത്ത കാലത്തെ, ഇതിനെക്കുറിച്ച് കേട്ടില്ല, അറിഞ്ഞില്ല, കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ, ആ കാലത്തെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. നിങ്ങൾ അറിഞ്ഞില്ല, കേട്ടില്ല, നിങ്ങൾക്ക് വിവരമില്ല, ഒന്നുമില്ല. അത് ദൈവം ലക്ഷ്യമാക്കുന്നില്ല. പിന്നെ ഇപ്പോൾ എല്ലായിടത്തും എന്ന് പറയുമ്പോൾ വട്ടവളയിലും മുള്ളുകാടിലും ഇവിടെയുള്ളവർക്കും ബാധകമാണ്. എല്ലാവരും, എല്ലായിടത്തുമുള്ള എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കേ. എല്ലാവരും, വലിയവരും ചെറിയവരും, പഠിപ്പുള്ളവരും പഠിപ്പില്ലാത്തവരും, ധനികരും ദരിദ്രരും, ഇങ്ങോട്ട് നോക്കിക്കേ. എല്ലാവരും എല്ലായിടത്തുമുള്ള എല്ലാവരും അടുത്ത് മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. നേരത്തെ കാര്യം വായിച്ചത് ഓർക്കുന്നുണ്ടല്ലോ, നിയമിച്ചിരിക്കുന്നു. ഇപ്പോൾ മനുഷ്യരോട് ദൈവം കൽപ്പിക്കുന്നു. ഇതിവിടുത്തെ പിണറായി സാറിൻ്റെ കൽപ്പനയൊന്നും അല്ല, മോദി സാറിൻ്റെ കൽപ്പനയും അല്ല. ഇതാരുടെ കൽപ്പനയാണെന്ന് മനസ്സിലായല്ലോ. രാജാതിരാജാവായ, കഥാതികഥാവായ, സർവശക്തനായ, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനായ, സകലത്തെയും മനുഷ്യനെയും സൃഷ്ടിച്ചവനായ അവന് ജീവിക്കുവാൻ ജീവനും നിൽക്കുവാൻ ശ്വാസവും നൽകി ഇന്നയോളം നിങ്ങളെ ഭൂമിയിൽ വച്ചിരിക്കുന്ന, ഇപ്പോൾ ഇത് കേൾക്കുവാൻ ഇവിടെ കൊണ്ടുവന്ന നിങ്ങളോട് ദൈവം കൽപ്പിക്കുന്നു. സ്തോത്രം. എന്താ വേണ്ടത്? മാനസാന്തരപ്പെടണം. ശ്രദ്ധിക്കൂ. ഇന്നലെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് ആ വായിച്ച വാക്യത്തിനകത്ത് രണ്ടാമത് പ്രത്യക്ഷനാകും എന്ന് വായിച്ചു നിർത്തി. അപ്പോൾ ഒന്നാമത് പ്രത്യക്ഷനായി എന്നുള്ളത് വെളിപ്പെടുത്താത്ത ഒരു സത്യമായി അതിനകത്തിരിക്കുന്നു. അത് നമ്മൾ 28-ന്റെ തുടക്കത്തിൽ തന്നെ വായിച്ചു. താൻ അതിനു വേണ്ടി അർപ്പിക്കപ്പെട്ടു. സ്തോത്രം. ഏതിനു വേണ്ടി? മനുഷ്യർക്ക് മരണവും ന്യായവിധിയും ദൈവം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതിന് പരിഹാരമുണ്ടാക്കുവാൻ
വിടുതൽ വരുത്തുവാൻ യേശു അതിനു വേണ്ടി അർപ്പിക്കപ്പെട്ടു. യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് ഭൂമിയിൽ ഒരു മനുഷ്യനായി വെളിപ്പെട്ടു. യേശു എന്തിനാണ് ലോകത്തിൽ വന്നത്? ഒന്ന് തീമോഥെയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ തിരുവെഴുത്ത് വേഗം ഒന്ന് വായിച്ചേ. യേശു എന്തിനാണ് ഒന്നാമത് ഈ ലോകത്തിൽ? യേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഇതൊരു സത്യമാണ്. എല്ലാവരും അംഗീകരിക്കണം. നേരത്തെ ഒരു വാക്യം വായിച്ചത് ഓർമ്മയുണ്ടല്ലോ, എല്ലാവരും മാനസാന്തരപ്പെടണം. ഇപ്പോൾ വായിച്ചത് എല്ലാവരും അംഗീകരിക്കണം. എന്താണ്? ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ശ്രദ്ധിക്കൂ, യേശു പാപികളെ രക്ഷിപ്പാൻ വന്നു എങ്കിൽ, എന്നെ ശ്രദ്ധിക്കണം, വന്നു എങ്കിൽ രക്ഷിക്കണമെങ്കിൽ രക്ഷപ്പെടേണ്ടവരുടെ ശിക്ഷ ഒഴിവാക്കണം. ഇല്ലെങ്കിൽ ശ്രദ്ധിക്കണേ, രക്ഷിക്കണമെങ്കിൽ രക്ഷപ്പെടേണ്ടവരുടെ അനുഭവിക്കുന്ന ശിക്ഷയ്ക്ക് വിധേയമായവരുടെ ശിക്ഷയെ ഒഴിവാക്കണം. യേശു പാപമില്ലാത്തവനായി പാപികളുടെ ഇടയിൽ ജീവിച്ചു. ദൈവത്തിൻ്റെ പുത്രനായി ദൈവമായി മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരെപ്പോലെ ജീവിച്ചു. പാപം തന്നിൽ ഇല്ലായിരുന്നു. ലക്ഷ്യമെന്താണ്? പാപികളുടെ രക്ഷ. ശ്രദ്ധിക്കൂ, പാപികൾ രക്ഷപ്പെടണമെങ്കിൽ പാപത്തിൻ്റെ ശിക്ഷ താൻ അനുഭവിക്കണം. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ഭൂമിയിൽ ജനിച്ചത് ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ മരിക്കാൻ വേണ്ടി ജനിച്ച ഒരുത്തനുണ്ട്. മരിക്കാൻ വേണ്ടി ജനിച്ച ഒരുത്തൻ. മത്തായിയുടെ സുവിശേഷം 20:28 വായിക്കൂ. മത്തായിയുടെ സുവിശേഷം 20:28. സ്തോത്രം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുത്ത് മരിപ്പാനും അത്രേ വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. എല്ലാവരും കേട്ടോ? ഭൂമിയിൽ എല്ലാവരും ജനിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷേ കാലക്കേടിന് അവർ മരിച്ചു പോകും. കാരണം മനുഷ്യന് മരണം ദൈവം നിയമിച്ചിരിക്കുന്നു. എന്നാൽ മരിക്കാൻ വേണ്ടി മാത്രം ഇവിടെ ജനിച്ച ഒരുത്തനുണ്ട്. അവനാരാ? യേശു. ഒന്ന് ഉറക്കെ പറഞ്ഞേ, മരിക്കാൻ വേണ്ടി ജനിച്ചത് ആരാ? യേശു. യേശുവിൻ്റെ മരണം ശ്രദ്ധിച്ച് കേൾക്കണം, അവൻ്റെ ദുർവിധിയല്ല. ചിലർ പറയുമല്ലോ പാവം, അവൻ്റെ തലവിധി. അതല്ല. പിന്നെ ഞാനും നിങ്ങളും പാപത്തിൻ്റെ ശിക്ഷയെ അനുഭവിച്ച് മരിക്കേണ്ടുന്ന സ്ഥാനത്ത് പാപമില്ലാത്ത യേശു, മരണത്തിന് യോഗ്യനല്ലാത്ത യേശു ആ ശിക്ഷ ഏറ്റെടുത്തു. അവനെ അതിനു വേണ്ടി പാപമാക്കി. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ തിരുവെഴുത്ത് നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ. പാപം ഇങ്ങോട്ട് പാപം പറയാത്തവനല്ല, അതാണെങ്കിൽ മനസ്സിലാവും. പാപം ചെയ്യാത്തവൻ അതല്ല, പിന്നെ പാപം അറിയാത്തവൻ. അത്രയ്ക്ക് പരിശുദ്ധൻ. പാപം അറിയാത്തവൻ. പാപമില്ലാത്തവനെന്ന് പറയാൻ ഇതിൽ കൂടുതൽ വാക്കില്ല. പാപം അറിയാത്തവൻ. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമില്ലാത്ത യേശു. എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. യേശു കർത്താവിനെ 3 കോടതികളിലും മാറി മാറി 5 പ്രാവശ്യം വിസ്തരിച്ചു. ഒറ്റ കോടതിയിൽ പോലും യേശുവിൻ്റെ ഒരു കൊച്ചു കുറ്റം പോലും തെളിയിക്കാൻ കഴിഞ്ഞില്ല. ചോദിക്കട്ടെ, ഭൂമിയിൽ ഇങ്ങനെ ഒരു വിധി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അടുത്ത ഭാഗം, എങ്കിലും അവനെ മരണത്തിന് ഏൽപ്പിച്ചു.
മനസ്സിലാകാത്ത മർമ്മമാണ്, മനസ്സിലാകാത്ത മർമ്മമാണ്. ലോകത്തിൽ നിരപരാധി എന്ന് തെളിഞ്ഞാൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടുകയില്ല. സ്തോത്രം. എന്നാൽ യേശുക്രിസ്തു പല കോടതികളിൽ വിസ്തരിക്കപ്പെട്ടിട്ട് നിരപരാധി എന്ന് തെളിഞ്ഞിട്ടും മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു. അതാണ് ദൈവത്തിൻ്റെ കോടതിയിലെ വിധി. എന്തിന്? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യന് നിയമിച്ചിരിക്കുകയാൽ ഈ മനുഷ്യവർഗത്തിന് നിത്യമരണത്തിൽ നിന്നും ന്യായവിധിയിൽ നിന്നും രക്ഷ പ്രാപിക്കണമെങ്കിൽ അതിൻ്റെ ശിക്ഷ ഒരുവൻ ഏൽക്കണം. ശ്രദ്ധിക്കൂ, ഒന്നാം ആദാം ആണ് ഇവിടെ ഇതെല്ലാം വരുത്തി വച്ചത്. ഇന്നലെ അവൻ പറഞ്ഞു ലംഘനം, അനുസരണക്കേട്. എന്നാൽ യേശു ആരാണ്? 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 45-ാം വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 15:45. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. അവൻ നിമിത്തം ഇതെല്ലാം സംഭവിച്ചു. ഏക മനുഷ്യനാൽ. അടുത്ത് ഒടുക്കത്തെ ആദാം. ആരാണ് ഈ ഒടുക്കത്തെ ആദാം? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ഹല്ലേലൂയ. ഒന്നാം ആദാമായ ഏക മനുഷ്യൻ്റെ ലംഘനത്താലും അനുസരണക്കേടിനാലും വരുത്തി വച്ച സകല പാവവും അതിൻ്റെ ശിക്ഷയും ഏറ്റെടുത്തനുഭവിച്ച് അർഹരായവരെ അതിൽ നിന്ന് വിടുവിക്കുവാൻ. സ്തോത്രം, സ്തോത്രം. യേശു ഒടുക്കത്തെ ആദാമായി ഇവിടേക്ക് ഇറങ്ങി വന്നു. ആദാം നിമിത്തമായ ആദാമ്യ സന്തതിക്ക് മൊത്തം അനുഭവിക്കേണ്ടി വരുന്ന പാപത്തിൻ്റെ ശിക്ഷ യേശു ഏറ്റെടുത്തു. നമ്മുടെ ശിക്ഷ, നമ്മുടെ ശിക്ഷ, നമ്മുടെ ശിക്ഷ യേശു ഏറ്റെടുത്തു. യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായം 5-ാം വചനം. യെശയ്യാവ് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം. എല്ലാവരും എന്നെ ഒന്ന് നോക്കിയേ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പറയേണ്ട ഒരു കാര്യമാണ്, യേശു എൻ്റെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും. അടുത്ത് എൻ്റെ അകൃത്യങ്ങൾ നിമിത്തം യേശു തകർന്നു വരിക്കുന്നു. ബാക്കി നമ്മുടെ സമാധാനത്തിനും വിടുതലിനും രക്ഷയ്ക്കുമുള്ള ശിക്ഷ മതി 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 യേശുവിൻ്റെ മേലായി. ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട ശിക്ഷ, കേൾക്കുന്നുണ്ടോ? ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട ശിക്ഷ, ഞാനും നിങ്ങളും വരുത്തി വെച്ച പാപത്തിൻ്റെ ശിക്ഷ യേശു ഏറ്റെടുത്തു. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 24, 25, 8-1. അയ്യോ, ഞാൻ ആരിഷ്ട മനുഷ്യൻ. അടുത്ത് മരണത്തിന് വിധേയമായിരിക്കുന്ന ഈ ശരീരത്തിൽ നിന്നോ എന്നെ ആര് പിടിക്കും? അടുത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അടുത്ത 8-1. ഇവിടെ 3 മനുഷ്യരെ കാണാം. എല്ലാവരും ഒന്ന് നോക്കിക്കേ. ഈ റോമർ 8-1 കൂടെ ശരിക്കു പറഞ്ഞാൽ 7-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ വരേണ്ടതാണ്. പക്ഷെ അധ്യായം തിരിച്ചപ്പോൾ ഇങ്ങനെ വന്നു പോയി കിടക്കട്ടെ. 24-ൽ വായിച്ചത് ഞാൻ അരിഷ്ട മനുഷ്യൻ, ആരെന്നെ വിടുവിക്കും, ആരെന്നെ രക്ഷിക്കും, ആരെനിക്ക് വേണ്ടി എനിക്ക് പകരം മരിക്കും. 25-ൽ വായിച്ചു യേശു ക്രിസ്തു, യേശു ക്രിസ്തു. 8-1 വായിച്ചു അതുകൊണ്ട് ഈ വിടുവിക്കുന്ന യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച്
അവൻ്റെ കൽപ്പനയെ അനുസരിച്ച് അവൻ്റെ മക്കളായി തീർന്ന ക്രിസ്തു യേശുവിനകത്തുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവിധിയും ഇല്ല. വലങ്കരം പൊക്കി പിടിച്ചൊരു ഹല്ലേലൂയ പറ. പോരാ ശക്തിയോടെ. അരിഷ്ട മനുഷ്യൻ ക്രിസ്തു യേശുവിലുള്ളവർ. ഇനി എല്ലാവരും എന്നെ നോക്ക്. കാൽവരി കുന്നിൽ 3 ക്രൂശിനെ കാണാം. 3 ക്രൂശിനെ കാണാം. ഈ കാൽവരി, ഗത്സമന എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വേദോത്സവത്തിൽ ഇതൊക്കെ ചുമ്മാ എഴുതി വച്ചിരിക്കണം. എനിക്ക് ഈ ബൈബിൾ എടുക്കുമ്പോൾ ഭയങ്കര ബഹുമാനമാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ വളരെ പഴക്കമുള്ള ബൈബിളാണ്. ഇത് 1972 വാങ്ങിച്ച ബൈബിളാണ്. എത്ര വർഷമായി കാണും? പറ 53 വർഷമായി. പേപ്പറുകളൊക്കെ പലതും ചീത്തയായി. എങ്കിലും ഞാനിങ്ങനെ കവറൊക്കെ ഇട്ട് ഒരു ദ്രവ്യത്തെപ്പോലെ സൂക്ഷിക്കണം. ദ്രവ്യത്തെപ്പോലെ. ഇത് വെറുതെ സൂക്ഷിക്കുകയല്ല, കൃപയാൽ ഇത് വായിക്കാൻ ദൈവം ഭാഗ്യം തരുന്നുണ്ട്. കൃപയാൽ 62 പ്രാവശ്യം ഇത് വായിച്ചു തീർക്കാൻ ദൈവം സഹായിച്ചു. 63ാമത് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സമയമില്ലായിരിക്കും അല്ലേ? പരദൂഷണം പറയാനും മൊബൈലിൽ നോണ്ടാനും ടി വിയുടെ മുമ്പിലിരിക്കാനും അതിനൊക്കെ സമയമുണ്ടല്ലോ അല്ലേ? അതിന് പിന്നെ സമയമില്ല. ഇതിന് ന്യായപ്രമാണം വായിച്ച് അതിൽ സന്തോഷിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആയിക്കോട്ടെ, ഈ പുസ്തകം ചുമക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താ കാര്യമെന്നറിയാമോ? ഈ വേദോത്സവത്തിൽ പറയുന്ന ഒട്ടുമുക്കാൽ സ്ഥലങ്ങളും കൃപയാൽ ഞാൻ നേരിൽ പോയി കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയും കൂടെ ഇവിടെ പറയുന്ന വിശേഷിച്ച് യേശു സഞ്ചരിച്ച സകല പ്രദേശങ്ങളും നേരിൽ പോയി കണ്ടിട്ടുണ്ട്. കഥയല്ല ദൈവമക്കളെ, അത് സത്യമാണ്. ചുമ്മാ ഇത് എഴുതി വെച്ചിരിക്കുന്ന കഥാപുസ്തകമല്ല. നിങ്ങൾക്കറിയാമോ ഇതിൻ്റെ ഒറിജിനൽ കോപ്പി എവിടെയായിരിക്കുന്നേ? 119 സങ്കീർത്തനം 89 വചനം ഒന്ന് വായിക്കേ. സ്തോത്രം. 119 സങ്കീർത്തനം 89 വചനം. ഇങ്ങോട്ടോക്കെ. ഇതിൻ്റെ ഒറിജിനൽ കോപ്പി എവിടെ ഇരിക്കുന്നത്? അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റാണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. ഞാൻ ഈ പുസ്തകം ചുമക്കുന്നതിൽ അഭിമാനിക്കുന്നു. നിങ്ങൾ നോക്ക്, ലോകത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു. ഇവിടെ ഓരോരുത്തർ ഭരിക്കുന്നു, ഓരോ ഇതിഹാസങ്ങൾ വരുന്നു പോകുന്നു. അവർ വരുമ്പോൾ ഓരോ പരിപാടി കൊണ്ടുവരുന്നു, അതിന് തക്കവണ്ണം പുസ്തകങ്ങൾ എഴുതുന്നു. അവരുടെ കാലഘട്ടം കഴിയുമ്പോൾ അത് പോകുന്നു. എന്നാൽ ഈ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒറ്റ കാര്യങ്ങൾ ഇതുവരെ മാറ്റേണ്ടി വന്നില്ല. കാരണം ഇവിടെ നടക്കുന്നതും നടന്നതിന് ശേഷവുമല്ല ഇത് എഴുതിയത്. ഇതാദ്യം എഴുതിയിരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നു. ആ സത്യം അംഗീകരിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ഈ ഹല്ലേലൂയ പോരാ, ശക്തമായ ഒരു ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് സ്വർഗം ഒരു പേരിട്ടിട്ടുണ്ട്. ഈ പുസ്തകത്തിന് ലോകത്തിൽ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷേ ഈ പുസ്തകത്തിന് സ്വർഗം ഒരു പേരിട്ടിട്ടുണ്ട്. ആ പേരൊന്ന് സഹോദരന്മാർക്ക് പറയാമോ? നിങ്ങളുടെ സമയം കഴിഞ്ഞ് ഇനി പറയണ്ട. സഹോദരിമാർ പറഞ്ഞേ. സത്യവേദ. അത് 100% തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇനി അത് പറയാം. വായിച്ചു. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 21-ാമത്തെ തിരുവെഴുത്ത്. പ്രൈസുള്ളൂ. മതി. എന്തോ പേര്? എന്തൊരു പരിപാടി നോക്കണം. സ്വർഗം സാക്ഷ്യപ്പെടുത്തിയ പേരെന്തുവാ? ഇതിനോട് നിങ്ങൾക്ക് വല്ല ബഹുമാനം ഉണ്ടോന്ന് വീട്ടിൽ കിടക്കുന്ന പോയ ദിവസം ഇപ്പോൾ ഇവിടെ കിടക്കണേ. വർഷമായ പുസ്തകമാണ് ഈ ഇരിക്കുന്നത്. നിങ്ങൾ വാങ്ങിച്ച വേദോത്സവത്തിൽ 5 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഉടുപ്പ് വല്ലതും കാണുമോ?
പിള്ളേർ ഒരു ഭാഗത്തേക്ക് ഉടുപ്പെടുത്തു, ബാക്കിയുള്ള ഒരു പേപ്പർ കൊടുത്തു. ഇപ്പോഴേ ഇതിനോടുള്ള നിങ്ങളുടെ ബഹുമാനം എന്താണ്? ഈ ഒരു കോപ്പി എൻ്റെ കയ്യിൽ ഇരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. എത്ര പേർക്ക് ഇവിടെ സന്തോഷമുണ്ട്? ഇത് നിങ്ങൾക്ക് പിള്ളേർക്ക് പനി വരുമ്പോൾ തലക്കടിയിൽ വയ്ക്കാനും മൊബൈൽ മീതെ വെച്ച് ഈ പുസ്തകം അടിയിൽ വയ്ക്കാനും ഉള്ള താങ്ങ സാധനമൊന്നും അല്ല. സത്യഗ്രന്ഥം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനത്തിൻ്റെ പതിപ്പ് അഭിമാനിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതൊക്കെ ഒരുമാതിരി നാടകം പോലെ തോന്നുന്നോ? ഈ യാഥാർത്ഥ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആയിക്കോട്ടെ. അങ്ങനെ ഞാനീ പറഞ്ഞു വന്നത്, ഈ സ്ഥലങ്ങളൊക്കെ കൃപയാൽ നേരിട്ട് പോയി കാണാനും അതിൻ്റെ പല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഇടയായി. പക്ഷേ എന്നെ ഏറ്റവും സ്പർശിച്ചത് യേശു ഉയിർത്തെഴുന്നേറ്റ കല്ലറയും യേശു സ്വർഗാരോഹണം ചെയ്ത മലയുമാണ്. ആ കല്ലറയ്ക്കകത്തൊന്ന് ഇറങ്ങി നിന്നപ്പോൾ എന്തൊരു ചൈതന്യമായിരുന്നു. യേശു സ്വർഗാരോഹണം പോയ ആ മലയിൽ നിന്നപ്പോൾ നമുക്കും അപ്പോൾ അത് സംഭവിക്കുമോ എന്ന് തോന്നിപ്പോയി. പ്രൈസ് ദി ലോർഡ്. കഥയല്ല, ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഇന്ന് രാത്രിയെങ്കിലും അത് മനസ്സിലാക്കുക. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് പറ്റിപ്പൺ പ്രസ്ഥാനമല്ല, ഇത് ശരിയായ പ്രസ്ഥാനമാണ്. അല്ലെങ്കിൽ അനേക വ്യാജ സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത് ബിസിനസ് ചെയ്യുന്ന മാർക്കറ്റുകളാണ് നമ്മുടെ ലോകം. അങ്ങനത്തെ ഒരു വ്യാജൻ ചരക്കല്ല ഇത്. ശരിയായ ദൈവസഭയും അങ്ങനെയുള്ളൊരു വ്യാജ മാർക്കറ്റല്ല. മനസ്സിലാകുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശരി, മടങ്ങി വരാം. അപ്പോൾ കാൽവരിയിൽ 3 ക്രൂശിനെ കാണാം. നിങ്ങൾക്കറിയാം, യേശു നടുവിൽ, അപ്പുറത്തും ഇപ്പുറത്തും 2 കള്ളന്മാർ. ക്രൂശിക്കപ്പെട്ടതിൽ ഒരു കള്ളൻ യേശുവിനെ പഴിച്ചു പറഞ്ഞു. 2 പേരും ആദ്യം ദൂഷിച്ചു, പിന്നെ ഒരുത്തൻ പഴിച്ചു പറഞ്ഞു. മറ്റേ കള്ളൻ ഇങ്ങോട്ടൊക്കെ അവനെ ഒരു മനസാക്ഷിയുള്ള കള്ളനായിരുന്നു. കള്ളന്മാരിൽ നല്ല ആളുകളുണ്ട് കേട്ടോ. സ്തോത്രം. ആ മനസാക്ഷിയുള്ള കള്ളൻ പറഞ്ഞു, നല്ല കള്ളൻ, എടാ, നീ അനുഭവിക്കുന്ന ശിക്ഷയും നിൻ്റെ ആ ക്രൂശും ന്യായം. നീ ചെയ്ത തെറ്റിന് നീയും ഞാനും ശിക്ഷ അനുഭവിക്കുന്നു. എന്നാൽ ഈ നടുവിൽ കിടക്കുന്ന, ക്രൂശിൽ കിടക്കുന്നവൻ അവൻ്റെ ക്രൂശിലല്ല കിടക്കുന്നത്, അവൻ ചെയ്ത തെറ്റിനും അല്ല. ഈ ബോധം കൂടെ ഇരിക്കുന്ന എത്ര പേർക്കുണ്ട്? നമ്മൾ കള്ളന്മാരൊന്നും അല്ലെന്ന് അഭിമാനിച്ചാലും ഈ കള്ളൻ്റെ ബോധം പോലും നിനക്കില്ല. സ്തോത്രം. അവനെന്താ പറഞ്ഞത്? ഈ യേശു അനുഭവിക്കുന്ന മരണവും ശിക്ഷയും, യേശു മരിക്കാൻ പോകുന്ന ക്രൂശും യേശുവിൻ്റെതല്ല. പിന്നെ അത് ആരുടേതാ? അതെൻ്റെ ക്രൂശാണ്. അത് നിൻ്റെ ക്രൂശാണ്. നീയാണ് അവിടെ മരിക്കേണ്ടത്. നിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ വഹിക്കേണ്ട സ്ഥലമാണത്. അതുകൊണ്ടാണ് അനുഭവത്തിൽ നിന്ന് പണ്ട് ഏതാണ്ടോ ഒരു ഭക്തൻ പാടി, ക്രൂശന്മേൽ കാണുന്ന ദാരിദ, ക്രൂശന്മേൽ കാണുന്ന ദാരിദ, പ്രാണനാഥ് എൻ പേർക്കാ
ചാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ ചാകുന്നു. ഇന്ന് രാത്രിയിലായി ഇവിടെയും പുറത്തും എന്നെ കണ്ടും എന്നെ കേട്ടും ഇത് ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിൻ്റെ പങ്കപ്പാടും ശിക്ഷയും ആക്രോശം യേശുവിൻ്റെതല്ല, യേശുവിൻ്റെതല്ല. അത് എൻ്റേതാണ്, അത് നിൻ്റേതാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനി വായിച്ച ആ ഭാഗത്തേക്ക് വരാം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? അവിടെ ഒന്ന് നിർത്തിക്കൂടെ? ഇനി എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ ഈ വേദോത്സവത്തിലൊക്കെ വായിക്കുന്ന പല ദൈവമക്കൾ അനുഭവിച്ച ശിക്ഷകളും ലോകത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്ന പല ശിക്ഷകളും റോമൻ അധികാരത്തിൽ നിന്ന്, റോമൻ ശിക്ഷാരീതികളിൽ നിന്ന് പകർത്തപ്പെട്ടതാണ്. അവിടെ ഒരുത്തൻ ഒരു തെറ്റിന് ശിക്ഷിക്കപ്പെട്ടാൽ പലതരത്തിലായിരിക്കും അവരെ കൊല്ലുന്നത്, ശിക്ഷിക്കുന്നത്. 2-3 കാര്യം ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. 1, ഒരുത്തൻ ശിക്ഷിക്കപ്പെട്ടാൽ അവനെ കൊല്ലുന്ന രീതി. 2, നീളത്തിൽ വളരുന്ന കമുക് പോലുള്ള 2 വൃക്ഷങ്ങൾ അടുത്തടുത്ത്, അധികം അടുത്തല്ല, ഇങ്ങനെ നിൽക്കും. അതിനെ ഭയങ്കര ശക്തമായിട്ട് പിടിച്ച് അടിപ്പിച്ച് താഴെയല്ല കുറച്ച് മുകളിൽ കിട്ടും. എന്നിട്ട് ശിക്ഷിക്കപ്പെട്ടവനെ, ശ്രദ്ധിച്ച് കേള്, ശിക്ഷിക്കപ്പെട്ടവനെ 2 മരത്തിലും 2 കാല് കെട്ടും. മരത്തെ ഇങ്ങനെ ചേർത്ത് കെട്ടിയിരിക്കുകയാണ് ബലത്തിലെ. 2 കാല് കെട്ടിയിട്ട് കെട്ടം കഴിച്ചു വിടും. എന്ത് തോന്നുന്നു? അവനെ 2ആയി പിളർന്നു കൊണ്ടുപോകും. ഇത് ഒരു ശിക്ഷാരീതി. പിന്നെയുള്ള ഒരു ശിക്ഷ, ഒരുത്തൻ തെറ്റ് ചെയ്താൽ അവനെ ശിക്ഷിക്കുന്നത്, അവനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മെഴുകുശീല അവനെ ചുറ്റും, അവൻ്റെ തലയിൽ തീ കത്തും, മെഴുകു തിരി പോലെ എരിഞ്ഞവസാനിക്കും. പിന്നെ പല രീതികളുമുണ്ട്, ഞാൻ ഇനി ഒന്നും കൂടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട്. മറ്റൊരു ശിക്ഷാരീതിയാണ്, ഒരുത്തൻ ശിക്ഷിക്കപ്പെട്ടാൽ അവനെ മലർത്തിക്കിടത്തും, അവൻ്റെ പുറത്ത് ഒരു ശവത്തെ കൊണ്ട് കമിഴ്ത്തിക്കിടത്തും, 2 പേരെയും ചേർത്ത് കെട്ടും. കെട്ടിയിട്ട് നിയമിക്കപ്പെട്ട പട്ടാളത്തിൻ്റെ ആൾക്കാർ നിമിത്തം ഇവനെ കടുത്ത ചൂടുള്ള മണലാരുണ്യത്തിൽ കൊണ്ടുപോകും. അവിടെ ജീവനുള്ളവനെ അടിയിലും ശവത്തെ മീതെയുമായി കിടത്തും. വെയിലിൻ്റെ ചൂട് വരുമ്പോൾ, മണൽ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ, ഈ പുറത്തിരിക്കുന്ന ശവം ഉരുകാൻ തുടങ്ങും. അവൻ്റെ വായിൽ നിന്ന് ഒഴുകി വരുന്ന ലാവ ജീവനുള്ളവൻ്റെ വായ്ക്കകത്തേക്ക്, അവൻ്റെ കണ്ണ് പൊട്ടി ഒഴുകി വരുന്ന ലാവ ജീവിച്ചിരിക്കുന്നവൻ്റെ കണ്ണിലേക്ക്, ശവത്തിൻ്റെ വയറ് പൊട്ടി ഒഴുകി വരുന്ന വൃത്തികെട്ട സാധനങ്ങൾ ഇവൻ്റെ വയറിലേക്ക്. പക്ഷേ ഇവൻ അനങ്ങാൻ പറ്റത്തില്ല, കെട്ടിവച്ചിരിക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് വിളിക്കുന്ന വിളിയാണ് 24 നമ്മൾ വായിച്ചത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്താൽ കെട്ടപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ആർ എന്നെ വിടുവിക്കും? ഭാര്യ കാണും, ഭർത്താവ് കാണും, മക്കൾ കാണും, അപ്പം കാണും. ആർക്കെങ്കിലും ഇവനെ വിടുവിപ്പാൻ താല്പര്യം തോന്നിയാൽ ഈ ശിക്ഷ അവനേൽക്കണം. ആരും ഉണ്ടാകത്തില്ല. ആ ശിക്ഷയിൽ നിന്ന് എന്നെയും നിങ്ങളെയും വിടുവിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു.
നെഞ്ചിലെ കൈവച്ച് എത്ര പേർക്ക് നന്ദിയോടെ രാത്രി ഒന്ന് ഓർക്കാൻ പറ്റും. ഈ മരണത്തിനധീനമായ അവസ്ഥയിൽ നിന്നും നമ്മ വിടിവിപ്പാൻ, നിത്യനരകത്തിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ ഒരു കണ്ണിനും കണ്ണു തോന്നാതിരുന്നപ്പോ, ആർക്കും നമ്മെ രക്ഷിപ്പാൻ കഴിയാതിരുന്നപ്പോ നമ്മുടെ ശിക്ഷയെ ഏറ്റെടുത്തുകൊണ്ട് യേശു നമുക്ക് വേണ്ടി മരിച്ചു. യേശു അവർക്കായി അർപ്പിക്കപ്പെട്ടു. പക്ഷേ യേശു മരിച്ചു എങ്കിൽ, അതാണ് നമ്മൾ 25 വായിച്ച കർത്താവായ യേശു ക്രിസ്തു. റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഈ മരിച്ചവന് വേണ്ടി ജീവിതം സമർപ്പിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവകൽപ്പന പ്രകാരം സ്നാനപ്പെട്ട് ദൈവവചനം അനുസരിച്ച് ദൈവത്തെ ആരാധിച്ച് വിശുദ്ധിയിൽ ജീവിച്ചാൽ അവൻ ക്രിസ്തു യേശുവിൻ്റെ അകത്താണ്. യേശു ക്രിസ്തു അവൻ്റെ അകത്ത്, അവൻ ക്രിസ്തു യേശുവിൻ്റെ അകത്ത്. അവർക്കൊരു ശിക്ഷാവിധിയും 3 വാക്യവും മനസ്സിലായല്ലോ. ഓക്കെ. എന്നാൽ യേശുവിനെ മരണത്തിന് പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. യേശു മരിച്ചു സത്യം, അടക്കപ്പെട്ടു സത്യം. യേശുവിൻ്റെ സാക്ഷ്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് 1:18 തിരുവെഴുത്ത്. വെളിപ്പാട് 1:18. യേശു പറയുന്നത് കേൾക്കൂ. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ വിശ്വസിക്കുന്നവർ മാത്രം കരം പൊക്കിയവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. യേശു എന്നും എന്നും ജീവിക്കുന്നു. യേശു മരണത്തെ ജയിച്ചു, യേശു പാതാളത്തെ ജയിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വെറും ഒരു കെട്ടുകഥയല്ല. യഹൂദന്മാരുടെ ഇടയിൽ ഒരു കെട്ടുകഥ ഉണ്ടാക്കി. എന്ന് വെച്ചാൽ പടയാളികൾ ഉറങ്ങിക്കിടന്നപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വന്ന് യേശുവിൻ്റെ ജഡത്തെ എടുത്തുകൊണ്ട് പോയി. ഇത് പറഞ്ഞ് പ്രചരിപ്പിച്ചു. അത് പറഞ്ഞ് പ്രചരിപ്പിച്ചവർക്ക് പണം കൊടുത്തെന്നാണ് വായിക്കുന്നത്. ഇത് ഏത് ഗവൺമെൻറ്റാണ്? പൊട്ട ഗവൺമെൻ്റ് അല്ലേ? ഡെഡ് ബോഡിയെ വച്ചിരിക്കുന്ന കല്ലറയിൽ സൂക്ഷിക്കപ്പെടുവാൻ ആക്കി വച്ചിരുന്ന പട്ടാളക്കാർ കൃത്യവിലോപം കാണിച്ചതിന് അവർക്ക് പൈസ കൊടുത്തെന്ന്. അവനെയൊക്കെ എന്തോ ചെയ്യാനാ കൊള്ളാം. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റു. ഇതൊരു കെട്ടുകഥയല്ല. ബൈബിൾ പറയുന്നു 513 പേർക്ക് യേശു പ്രത്യക്ഷനായി. 1 കൊരിന്ത്യർ 15:3 വായിക്കാം. 1 കൊരിന്ത്യർ 15:3. ആ യെസ്. അടുത്ത് 500 പേർക്ക് ഒരുമിച്ചും 12 പിന്നെ കേഭാവിനും മിനിമം 513 പേർക്ക് യേശു പ്രത്യക്ഷനായി. എളിയവനും യേശു മരണത്തെ ജയിച്ച രക്ഷകനെന്ന് ബോധ്യപ്പെടുത്തി തന്നേനാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർക്ക് യേശു മരണത്തെ ജയിച്ചു എന്ന് ഉറപ്പുണ്ട്? മരണത്തെ ജയിച്ച യേശുവാണ് എൻ്റെ രക്ഷകനെന്ന് അകത്ത് ബോധ്യമുള്ള എത്ര പേരുണ്ട്? ശക്തമായ ഒരു ഹല്ലേലൂയ പറ. സ്തോത്രം. യേശുവിനെ ജീവിക്കുന്നു. ഇനി ശ്രദ്ധിക്കൂ. സമയമില്ല എങ്കിലും ഞാനൊന്ന് സൂചിപ്പിച്ചിട്ട് നിർത്തിക്കൊള്ളാം. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ഇവിടെ 40 നാൾ താൻ ജീവിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തി കൊടുത്തു, കാണിച്ചു കൊടുത്തു. 40-ാം ദിവസം രഹസ്യത്തിലല്ല ഗലീല പുരുഷന്മാർ നോക്കി നിൽക്കുമ്പോൾ യേശു എവിടെ നിറങ്ങി വന്നോ, ഇവിടെ എന്തിനു വേണ്ടി വന്നുവോ, ഒന്നാമത്തെ വരവിൽ എന്തൊക്കെ ഇവിടെ നടക്കണമോ അതെല്ലാം ചെയ്ത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എല്ലാം നിവർത്തിയാക്കിയിട്ട്
ശുശ്രൂഷ തികച്ചിട്ട് വന്ന ഇടത്തേക്ക് തിരിച്ചു പോയി. അപ്പോസ്തലപ്രവൃത്തി 1:11 വായിക്കാം. യെസ് യെസ് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുന്ന പോകുന്ന ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടോ അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ കണ്ടെന്ന്. സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. പക്ഷേ അവരിപ്പോൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇനി വിശ്വസിക്കാനേ പറ്റൂ. വിശ്വസിച്ചോ? കണ്ടവരുണ്ടായ യേശു ഉയർത്തെഴുന്നേറ്റെന്ന് കണ്ടവരുണ്ടായ യേശു 40 നാൾ ഇവിടെ ഉയർത്തതിന് ശേഷം ജീവിച്ചു എന്ന് അതിനെ കണ്ടവരുണ്ടായ യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ കണ്ടവരുണ്ടായ യേശു ഇവിടെ 1-ാം വരവിന് വന്നപ്പോൾ രക്ഷകൻ വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞത് ദൂതന്മാരാണ്. ശുശ്രൂഷ തികച്ചിട്ട് കയറിപ്പോയപ്പോൾ നോക്കി നിന്നവരോടും ലോകത്തോടും ഒരു ദൂത് വിളിച്ചു പറഞ്ഞതും ദൂതന്മാരാണ്. വായിച്ചോ. ദൂതന്മാർ പറഞ്ഞു യേശു പോയതുപോലെ തന്നെ വീണ്ടും. എല്ലാവരും എന്നൊന്ന് നോക്കിക്കേ. യേശു മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒരു സ്വർഗം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അടുത്ത ചോദ്യം ഒന്ന് ആലോചിച്ചിട്ട് വേണം മറുപടി പറയാൻ. യേശു വരുമ്പോൾ ജീവിച്ചിരുന്നാൽ ഞാൻ യേശുവിൻ്റെ കൂടെ പോകും, മരിച്ചാൽ അങ്ങ് പോകും. യേശു ഉയർത്തെഴുന്നേറ്റ് പോയ സ്ഥലത്ത് ഞാനും പോകും. കയ്യൊന്നും ഇപ്പം പൊക്കിക്കുന്നില്ല. കാരണം മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ കൈപോക്കും. അതൊരു കുഴപ്പമായാലോ? വേണ്ട, അവരവരുടെ മനസാക്ഷി ചിന്തിച്ചാൽ മതി. ചിരിക്കാനല്ല പറഞ്ഞത്, ചിന്തിക്കാൻ വേണ്ടി. 2 കാര്യം നിങ്ങൾ പറഞ്ഞു, എനിക്ക് സന്തോഷം. സ്വർഗമുണ്ട്, യേശു മടങ്ങി വരികയും ചെയ്യും. ഉറപ്പാണല്ലോ. സ്തോത്രം. യേശു മടങ്ങി വരും. യേശു എന്തിനാണ് സ്വർഗത്തിലോട്ട് പോയത്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ, യേശുവിനെ വിശ്വസിക്കുന്ന, യേശുവിനെ അംഗീകരിക്കുന്ന, യേശുവിനായി സമർപ്പിക്കപ്പെടുന്ന, ദൈവവചനപ്രകാരം ഹൃദയത്തിൽ യേശുവിനെ അംഗീകരിച്ച് പാപക്ഷമ പ്രാപിച്ച് സ്നാനപ്പെട്ട് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകൾ പാലിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് ഞാൻ സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അടുത്ത്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. അല്ല, വായിച്ച് തുടങ്ങിയ വാക്യം ഒന്നും കൂടെ വായിര്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുകയാണ്. ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന മഹത്വത്തിൽ നിങ്ങളും കൂടെ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കപ്പെടുമോ? ഇന്ന് ഇവിടെ ഇരുന്ന് അയ്യോ തീർന്നു. അതിൻ്റെ പേരെന്തോന്നാണ്? സൈലൻ്റ് അറ്റാക്ക്. എന്തോന്ന്? സൈലൻ്റ് വാലിയല്ല, അറ്റാക്ക്. ആരെയും ശല്യപ്പെടുത്തി തീർന്നു. പിന്നെ ചിലർ ഉറങ്ങിക്കിടക്കും, എഴുന്നേക്കത്തില്ല, അത്ര തന്നെ. അങ്ങ് പോവുമോ? കർത്താവ് വരുമെന്ന് നിങ്ങളെല്ലാവരും കൈപൊക്കി പറഞ്ഞു. കർത്താവ് വരുന്നതിന് നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിഞ്ഞിട്ട് ഒരുക്കിയ സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുപോയി തന്നോടൊപ്പം ഇരുത്താൻ വരുമ്പോൾ, ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ കൊണ്ടുപോകുമെന്ന് ഒരുങ്ങിയിട്ടുണ്ടോ? യേശു മടങ്ങി വരുവാൻ സമയമെടുത്തിരിക്കുന്നു. രണ്ടാമത് പ്രത്യക്ഷനാകും. ഒന്നാമത് പ്രത്യക്ഷനായി, സത്യമാണല്ലോ.
സത്യമാണല്ലോ. രണ്ടാമത് പ്രത്യക്ഷനാകുന്നത് ഒന്നാമത്തെ അവൻ്റെ പ്രത്യക്ഷതയെ അംഗീകരിച്ചവർ. എല്ലാവരും എന്നെ നോക്കിക്ക്, ഉച്ചഭാഷണിൽ കൂടെ കേൾക്കുന്നവർ എന്നൊന്ന് ശ്രദ്ധിച്ച്. യേശുവിൻ്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയെ അംഗീകരിച്ചവർ എന്ന് പറഞ്ഞാൽ ശരിയായ രക്ഷയുടെ നിർണയം പ്രാപിച്ചവർ. റോമർ 10:9 വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ ദൈവം മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആ യേശുവിൻ്റെ കർത്താവെന്ന് വായാൽ ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ രക്ഷിക്കപ്പെടുക അതൊരു സെക്കൻഡിൽ സംഭവിക്കും. ഇങ്ങോട്ടൊക്കെ ഒരു സെക്കൻഡ് രക്ഷിക്കപ്പെടുക. ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു, യേശു രക്ഷിതാവാണ്, ഞാൻ വിശ്വസിക്കുന്നു, രക്ഷിക്കപ്പെട്ടു. പക്ഷെ സ്വർഗത്തിൽ പോവില്ല. ബൈബിളിൽ വേറൊരു വാക്യമുണ്ട്, യേശു വന്നത് എന്തിന്? പാപികളെ വിളിക്കാമെന്ന് ആദ്യം വായിച്ചു. ലൂക്കോസ് 5:32 വായിക്കൂ. യേശു എന്തിനു വന്നു? സ്തോത്രം. യേശു പറയുന്നു, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ. അല്ല, പാപികളെ വിളിച്ച് നരകത്തിലാക്കാൻ വന്നു എന്നല്ല, പാപികളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വന്നു എന്നല്ല, പിന്നെ പാപികളെ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നു. അപ്പോൾ 1 രക്ഷിക്കപ്പെടുക, 2 മാനസാന്തരപ്പെടുക. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഒറ്റ നിമിഷം കൊണ്ട് യേശുവിനെ വിശ്വസിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടു. സ്വർഗത്തിൽ പോവില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ അടുത്ത പടി മാനസാന്തരപ്പെടണം. പാപിയാണെന്ന് സമ്മതിച്ച് അനുതപിച്ച് പാപങ്ങളെ കണ്ണീരോടെ ഏറ്റുവരണം. വേറൊരു ഭാഷയിൽ ഇങ്ങോട്ടൊക്കെ യേശു ക്രൂശിൽ കിടക്കുകയാണ്, ആണി അടിച്ച് കയറ്റുകയാണ്, തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ച് താഴ്ത്തുകയാണ്. അവിടെ കിടന്ന് ഇങ്ങോട്ടൊക്കെ യേശു പിടയുകയാണ്. ആ പിടച്ചിലാണ് നിനക്കിൻ്റെ മാനസാന്തരം. ആ പിടച്ചിൽ നിന്നിലുണ്ടാകണം. അയ്യോ, ഞാനൊരു പാപി. യേശു ക്രൂശിൽ പിടഞ്ഞ അനുഭവം നിന്റെ പാപത്തിൻ്റെ ശിക്ഷയായി നീ അംഗീകരിച്ച് അനുതപിക്കണം. അതാണ് മാനസാന്തരം. ഇതായാലും സ്വർഗത്തിൽ പോവില്ല. പിന്നെ എന്ത്? വീണ്ടും ജനിക്കണം. എന്തോ വീണ്ടും ജനിക്കണം. അതെന്തുവാ? യോഹന്നാൻ സുവിശേഷം 3:3, 2 കൊരിന്ത്യർ 5:17 വായിച്ചു. പുത്തനായി വീണ്ടും ജനിച്ചില്ലെങ്കിൽ കൈവക്കി ഒരു നിമിഷമാണ് രക്ഷിക്കപ്പെട്ടതുകൊണ്ട് കുറേ പാവങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു. ചില സ്വഭാവങ്ങളൊക്കെ ഉപേക്ഷിച്ചു. ചിലർ കള്ളുകൂടി ഉപേക്ഷിക്കും, 5-6 ദിവസമൊക്കെ ഇരിക്കും. പിന്നെ ചിലരുടെ മാനസാന്തരം ഭയങ്കരമാണ്, 5-6 ദിവസമൊക്കെ ഇരിക്കും. അതുകൊണ്ടാണ് കേരളത്തിൽ ഈ ഭാഷ വന്നത്, മൂത്ത മാനസാന്തരം. അത് കേരളത്തിൽ വന്ന അങ്ങനെയാണ്. ചിലർക്ക് ഭയങ്കര മാനസാന്തരമാണ്, പക്ഷേ 3 മാസമേ ഇരിക്കും. അപ്പോൾ മദ്യപാനമില്ല, കള്ളം പറച്ചിലില്ല, ഇതില്ല, അതില്ല, അങ്ങ് പാട്ട്, പ്രാർത്ഥന, ആരാധന, ഗ്ലോറിക്കുള്ളൂടി ഭയങ്കര പരിപാടിയാണ്. പക്ഷേ 3 മാസമേ ഉള്ളൂ. പിന്നെ ആൾ പഴയതുപോലെയാവും. പണ്ട് വൈകിട്ട് മാത്രം കുടിച്ചു എങ്കിൽ പിന്മാറ്റക്കാരൻ പിന്നെ എപ്പോഴും കുടിച്ചോണ്ടേയിരിക്കും. എല്ലാം കേട്ടാ? പത്രം. കൃപയിൽ വന്ന ദൈവമക്കളോട് ഞാനൊരു ദൂത് പറയാം. നിങ്ങളുടെ പഴയ പാപങ്ങളെ തിരിച്ചെടുക്കുകയും ഉപേക്ഷിച്ചതിനെ തിരിച്ച് സ്വീകരിക്കുകയും നിങ്ങൾ പഴയ വഴികളിലേക്ക് തിരിച്ചു നടക്കാനും തുടങ്ങിയാൽ നിന്റെ മേൽ വരുന്ന ശിക്ഷ അതിഭയങ്കരമായിരിക്കും. ബൈബിൾ പറയുന്നു, മദ്യപാനികൾ സ്വർഗരാജ്യം. സംശയമുള്ളവർ വീട്ടിൽ തന്നെ വായിച്ചോണം. 1 കൊരിന്ത്യർ 6:9. സ്തോത്രം.
ഗലാത്യർ 5:19, 20. വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ഇപ്പോൾ വായിക്കണ്ട, സമയമില്ല. വീട്ടിൽ ബൈബിളുള്ളവർ എടുത്ത് നോക്കിയാൽ മതി. സ്തോത്രം. ഏത് ലഹരി ഉപയോഗിക്കുന്നവരായാലും സ്വർഗത്തിൽ പോകത്തില്ല. എന്നിട്ട് ഇങ്ങോട്ടൊക്കെ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് പിന്മാറ്റത്തിൽ പോയി ഉപേക്ഷിച്ച ഇതിനെ തിരിച്ചെടുത്താൽ നിന്റെ കാര്യം ഗതികേടാണ്. മടങ്ങി പോകരുത്, തിരിച്ചു പോകരുത്. നാശത്തിലേക്കാണ് പിന്മാറുന്നത്, നാശത്തിലേക്കാണ് പിന്മാറുന്നത്. കൃപയിൽ വന്നവരെ കഷ്ടമായാലും ബുദ്ധിമുട്ടായാലും ഞെരുക്കമായാലും പരിഹാസമായാലും എല്ലാം പ്രതികൂലമായാലും മുമ്പോട്ട് തന്നെ പോവുക. നമ്മൾ എത്തേണ്ട പട്ടണം അടുത്തിരിക്കുകയാണ്. നമ്മളെ കൊണ്ടുപോകാൻ യേശു വരാൻ പോകുന്നു. ആ പ്രത്യാശ അകത്തുള്ളവർ 2 കൈയും പൊക്കി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനസ്സാന്തരപ്പെട്ടാലും പോരാ, അവർ വീണ്ടും ജനിക്കണം. 2 കൊരിന്ത്യർ 5:17 വായിക്കൂ. അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞുപോയി, ബാക്കി വച്ചിരിക്കുന്നു എന്നല്ല. ചിലരങ്ങനെയാണ്. കുറച്ച് പാവങ്ങളൊക്കെ ഉപേക്ഷിക്കും, കുറച്ചൊക്കെ വച്ചേക്കും അത്യാവശ്യത്തിന്. അവസരം വരുമ്പോൾ എടുക്കാനാണ്. അപകടമാണ് കേട്ടോ. ക്രിസ്തുവിലായാൽ വീണ്ടും ജനിച്ചാൽ ഇങ്ങോട്ടൊക്കെ പഴയ മനുഷ്യൻ ചത്തുപോയി. എന്തോ പഴയ മനുഷ്യൻ മരിച്ചുപോയി, പിന്നെ പഴയ മനുഷ്യൻ ഇല്ല. പഴയ മനുഷ്യരായിരുന്നപ്പോൾ കോപിക്കും, ആ കോപിച്ച മനുഷ്യൻ ചത്തുപോയി, പിന്നെ കോപിക്കുമോ? ഇല്ല. ചിലരുടെ ഇരിപ്പ് കണ്ടപ്പോൾ പിന്നെയും കോപിക്കുമെന്ന മട്ടിലാണ്. സ്വത്രം. പഴയ മനുഷ്യൻ മദ്യപിക്കുമായിരുന്നു, മദ്യപിക്കുന്ന മനുഷ്യൻ ചത്തുപോയി, മരിച്ചുപോയി, പിന്നെ കുടിക്കുമോ? നിങ്ങൾക്ക് മലയാളം മനസ്സിലാകുന്നില്ലേ? പിന്നെ കുടിക്കുമോ? അവൻ മരിച്ചുപോയി, പുതിയ മനുഷ്യനായി, ക്രിസ്തുവിൽ പുതിയ മനുഷ്യനായി. അതാണ് വീണ്ടും ജനനം. ആ വീണ്ടും ജനനം നടക്കുമ്പോഴാണ് ഇങ്ങോട്ടൊക്കെ അവൻ്റെ പേര് ജീവവസ്തുത്തിൽ എഴുതുന്നത്. അങ്ങനെയെങ്കിലും ഇവിടെ ഇരുന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും എൻ്റെ പേര് ജീവവസ്തുത്തിൽ ഉണ്ടെന്ന്? എത്ര പേർക്ക് പറയാൻ പറ്റും? ശരിക്ക് വീണ്ടും ജനിച്ചവൻ്റെ പേരാണ് എവിടെ എഴുതുന്നത്? ജീവൻ്റെ വസ്തുത്തിൽ എഴുതുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ലയോ? ബൈബിളിലോട്ട് വരാം. വെളിപ്പാട് ദിവസം 21:27 വായിക്കൂ. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ, കുഞ്ഞാടാം യേശുവിന്റെ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ, പേര് എഴുതിയിരിക്കുന്നവർ അല്ലാതെ അശുദ്ധമായത് യാതൊന്നും കള്ളം പറച്ചില്, നുണ പറച്ചില്, മറ്റുള്ളവരെ പരിഹസിക്കുന്നത്, പരദൂഷണം പറയുന്നത്, മോഷണം, ചെറുതും വലുതും, മദ്യപാനം, മുറി ബീഡി വലിക്കുന്നതും വെള്ള ബീഡി മുതൽ കൂടിയത് വലിക്കുന്നത്, ഏതായാലും അത്ര ഹല്ലേലൂയ. ഈ ജഡീക സ്വഭാവമുള്ളവർക്ക് ആരും യാതൊരു അശുദ്ധിയും പ്രവർത്തിക്കുന്നവരാരും അതിൽ കടക്കുകയില്ല. എൻ്റെ ദൈവമേ, അതിൽ കടക്കണമെങ്കിൽ ഇങ്ങനെയാണ്. പേരും ജീവൻ്റെ പുസ്തകത്തിൽ വേണം, വിശുദ്ധ ജീവിതവും വേണം. എത്ര പേർക്ക് മനസ്സിലായി? കരമൊന്ന് നേരെ ഉയർത്തിപ്പിടിക്ക്. ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറ. സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ ആർക്കേ പറ്റുമെന്ന് വായിച്ചത് കേട്ടല്ലോ അല്ലേ? അതുകൊണ്ട് കയ്യും പൊക്കി മാനസാന്തരപ്പെട്ട് വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ട് കരയിൽ കയറി നനഞ്ഞ ഭാവിയായി നാറി മറ്റുള്ളവർക്ക് നാറ്റം ഉണ്ടാക്കി നീയാണോ സ്നാനപ്പെട്ടത് എന്നൊക്കെ പറയാനിടയാക്കി സ്വത്രം ഇവിടെ നാറി നാച്ചിച്ച് പെന്തിക്കോസിൽ പോയെന്ന് വിചാരിച്ച സ്വർഗത്തിൽ പോകുമെന്ന് ആരും വിചാരിക്കരുത്. ജീവൻ്റെ പുസ്തകത്തിൽ പേരും വേണം, വിശുദ്ധ ജീവിതവും ഉണ്ടായിരിക്കണം. ഇത് മനസ്സിലായ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്?
ഈ ഉച്ചഭാഷണിയിൽ കൂടെ കേട്ട പ്രിയ സുഹൃത്തുക്കളെ, ഇതൊന്ന് മനസ്സിലാക്കിക്കൊള്ളണമേ. സ്വർഗത്തിൽ പോകണമെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേരും വേണം, സ്തോത്രം, വിശുദ്ധ ജീവിതവും വേണം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. യേശു രണ്ടാമത് പ്രത്യക്ഷനാകും. എന്തിന്? പാപിയെ രക്ഷിക്കാനല്ല, രോഗിയെ സൗഖ്യമാക്കാനല്ല, അത്ഭുതം ചെയ്യാനല്ല. പിന്നെ ആ വാക്യത്തിൽ തന്നെയുണ്ട്, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ, കാത്തിരിക്കുന്നവരെ അല്ല. അവർ വേണ്ട കേട്ടാ, അവർ വേണ്ട, കാത്ത് ലൂക്കോസ് 12:36 വായിക്കൂ. യെസ്, അതൊന്നും മൈക്കിൽ വായിക്കു വെച്ച് എല്ലാവരും കേൾക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കുവിൻ. എല്ലാവരും നോക്കിയേ, യേശു എന്തിനാ രണ്ടാമത് പ്രത്യക്ഷനാകുന്നത്? മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിച്ചപ്പോൾ പഴയ മനുഷ്യൻ മരിച്ച മനുഷ്യനെ കുഴിച്ചിടുന്ന ശുശ്രൂഷയാണ് സ്നാനം. ഒന്നും കൂടെ, മരിച്ച മനുഷ്യനെ കുഴിച്ചിടുന്ന ശുശ്രൂഷയാണ് സ്നാനം. ബൈബിൾ ഭാഷ്യം ശവമടക്ക്. മനസ്സിലായല്ലോ? മരിച്ച മനുഷ്യനെ കുഴിച്ചിടുകയാണ്, വെള്ളം വന്ന കല്ലറയുടെ അകത്ത് കുഴിച്ചിടുകയാണ്. മാനസാന്തരപ്പെട്ടു എന്ന് പറയുകയും ഇതുവരെ സ്നാനപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഒരു മുന്നറിയിപ്പ്. എന്താണ് ആ മുന്നറിയിപ്പ്? അപ്പോസ്തല പ്രവൃത്തി 22:16 മുന്നറിയിപ്പ്. ഇനി താമസിക്കുന്നത് എന്ത്? രക്ഷിക്കപ്പെട്ടെന്ന് പറയുകയും മാനസാന്തരപ്പെട്ടെന്ന് പറയുകയും കൈയടിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്തിട്ട് മുഴുകൽ സ്നാനം സ്വീകരിക്കാത്ത, ശവമടക്ക് പ്രാപിക്കാത്ത ആരെങ്കിലും ഈ രാത്രി അകത്തോ പുറത്തോ എന്നെ കേൾക്കുന്നുവെങ്കിൽ അവരോടുള്ള ദൂത്, ഇനി നീ താമസിക്കുന്നത് എന്ത് അങ്ങനെ പറയാൻ കാര്യം? ഇപ്പം രാത്രി തന്നെ ശ്വാസം പോയാൽ തീർന്നില്ലേ? നാളെ വെളുത്ത് കാണുമെന്ന് ധൈര്യമുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ടേ? ഇന്ന് രാത്രിയിലെ ഉറക്കം എൻ്റെ കട്ടിലിൽ തന്നെ എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ചിലപ്പോൾ കിടക്കുന്ന കട്ടിലായിരിക്കാം, നാളെ പെട്ടി കയറുന്നത് മെഡിക്കൽ കോളേജ് വഴിയായിരിക്കാം. കർത്താവ് ഇന്ന് രാത്രി മടങ്ങി വന്നാൽ, നിന്റെ ഭാഗം നീ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ നിനക്ക് സ്വർഗത്തിൽ പോകാൻ, എടുക്കപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൂത്, ഇനി താമസിക്കുന്നത് എന്ത്? ഇതുവരെ നിന്നെ ജീവനോടെ വെച്ചിരിക്കുന്നതും ഇതുവരെ യേശു മടങ്ങി വരാത്തതും നിന്നെയും കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അതിനു വേണ്ടിയാണ് ഇന്നലെ ഇന്നിവിടെ സുവിശേഷ യോഗം വച്ചിരിക്കുന്നത്. ഇനിയും നീ താമസിക്കുന്നത് എന്ത്? അടുത്ത എഴുന്നേറ്റവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് സമർപ്പിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. ദൂതം ഇനി താമസിക്കുന്നത് എന്ത്? മറുപടി എല്ലാം പറയാനുണ്ടോ? മോളെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന സ്നാനം എടുത്ത് ബന്ധിക്കോസി വരാം, അവളെ കല്യാണം കഴിയട്ടെ, അതുവരെ നീ ഇരിക്കുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ ഫിനിഷ്. ഇനി താമസിക്കുന്നത് എന്ത്? സ്നാനപ്പെട്ട് വചനപ്രകാരം ദൈവത്തെ ആരാധിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം. എന്നിട്ട് വായിച്ച വാക്യം, കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിച്ച് മരിച്ച പഴയ മനുഷ്യനെ കുഴിച്ചിടുന്ന ശുശ്രൂഷയായ ശവമടക്ക് സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച്
ആത്മാവിലെ സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവമക്കൾ സ്വർഗത്തിൽ പോകാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? കാത്ത് നിൽക്കുന്നു. അവരെ കൊണ്ടുപോകുവാൻ, അവരുടെ രക്ഷയ്ക്ക്, അവരുടെ രക്ഷയ്ക്ക്, പാപിയുടെ രക്ഷയ്ക്കല്ല, അവരുടെ രക്ഷയ്ക്ക് യേശു രണ്ടാമത് ഈ കാത്തു നിൽക്കുന്നതിനെ കുറിച്ച് അല്പം പറഞ്ഞോട്ടെ. ഒന്ന് കേട്ടോണേ നാട്ടുകാരെ. ഞാൻ ധാരാളം ട്രെയിൻ യാത്ര ചെയ്യുന്ന ആളാണ്. ധാരാളം. ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഏതാണ്ട് ഒരു സമയം നോക്കിയാൽ ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോഴവർ പറയും ട്രെയിൻ ലേറ്റാണ്, ചിലപ്പോൾ ഒരു 6-7 മണിക്കൂർ കഴിയും. ശ്രദ്ധിച്ച് കേട്ടോണം. അങ്ങനെ കേട്ടാൽ ഞാൻ കൂടെ വരുന്നവരോട് പറയും, നമുക്ക് എവിടെയെങ്കിലും പോയി അല്പം കിടക്കാം, 6-7 മണിക്കൂർ ഉണ്ടല്ലോ, കിടക്കുക, വരാറാകുമ്പോൾ കഴിക്കാം. ചിലപ്പോൾ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവർ പറയും ഒരു 1/2 മണിക്കൂർ, ചിലപ്പോൾ 3/4 മണിക്കൂർ വരെ ലേറ്റാകാൻ സാധ്യതയുണ്ട്. ഞൊടുക്കെ അപ്പോൾ ഞാൻ പറയും നമുക്ക് എവിടെയെങ്കിലും ചെന്നൊന്ന് ഇരിക്കാം, കൂടുതൽ സമയമുണ്ടെങ്കിൽ കിടക്കാം, അത്ര സമയമില്ലെങ്കിൽ ഇരിക്കാം. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പറയും ഉടനെ ഇന്ന പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട്, അടുത്തുവരെ എത്തിയിട്ടുണ്ട്. അത് കേട്ടാൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? കാത്തു നിൽക്കും. അങ്ങ് വെളിച്ചം കാണുകയാണ്, കാത്തു നിൽക്കുകയാണ്. കാത്ത് കിടപ്പേ, കാത്ത് ഇരിപ്പേ, കാത്തു നിൽപ്പേ. നിങ്ങൾ ഏതാ ഈ ടൈപ്പ്? ഇതിലേത് ഗ്രൂപ്പിലാണ് നിങ്ങൾ? പറ. കാത്ത് കാത്ത് കിടപ്പ്, കാത്ത് ഇരിപ്പ്, കാത്ത് നിൽപ്പ്. എന്നെ നോക്ക്. കാത്ത് നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക്, കാത്ത് നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാണ്. എല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഒരിക്കൽ പാപിയുടെ രക്ഷയ്ക്കായി യേശു ലോകത്തിലേക്ക് വന്നു. പാപിയെ രക്ഷിക്കുവാൻ പാപിയുടെ ശിക്ഷയെ യേശു ഏറ്റെടുത്തു. യേശു മരിച്ചു, യേശു അടക്കപ്പെട്ടു, യേശു ഉയർത്തെഴുന്നേറ്റു, യേശു സ്വർഗാരോഹണം ചെയ്തു. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വരും, നിങ്ങളെ ചേർത്തു കൊള്ളാം എന്ന് പറഞ്ഞു. ചേർക്കപ്പെടണമെങ്കിൽ യേശുവിൻ്റെ ഒന്നാം വരവ് അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിച്ച് മരിച്ച പഴയ മനുഷ്യനെ സ്നാനത്താൽ കുഴിച്ചിട്ട് ശവമടക്ക് നടത്തി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകുവാൻ ഒരുങ്ങി നിന്നാൽ കാത്തുനിന്നാൽ അവർക്ക് രക്ഷയുണ്ടാകും. അവരെ രക്ഷപ്പെടുത്താൻ യേശു വരാൻ പോവുകയാണ്. ഇന്നലെയും ഇന്നുമായി വചനം കേട്ട ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം സത്യഗ്രന്ഥത്തിലെ ദൈവവചനമാണ്. ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് കുറ്റം പറഞ്ഞെന്ന് തോന്നിയാൽ ക്ഷമിക്കുക. നിങ്ങളുടെ നല്ലതിനെ ഓർത്ത് മാത്രമാണ് നിങ്ങളോട് സംസാരിച്ചത്. നിത്യതയിൽ പോകണം, സ്വർഗത്തിൽ പോകണം. ശ്രദ്ധിക്കൂ, ഞാൻ ഇതുവരെ മാനസാന്തരപ്പെട്ടിട്ടില്ല, വീണ്ടും ഞാൻ ഒരു അനുഭവം പ്രാപിച്ചിട്ടില്ല. എൻ്റെ പേര് സ്വർഗത്തിലുണ്ടോ എനിക്കറിയില്ല. ഞാൻ ഇതുവരെ സ്നാനപ്പെട്ടില്ല. യേശു വരുമ്പോൾ ഞാൻ എടുക്കപ്പെടുമോ അറിഞ്ഞുകൂടാ.
ഞാൻ മരിച്ചാൽ സ്വർഗത്തിലെത്തുമോ അറിഞ്ഞൂടാ. ഇന്ന് രാത്രി യേശുവേ എന്റെ പേരും കൂടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ, സ്വർഗത്തിൽ എഴുതണമേ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? എത്ര പേരുണ്ട്? അവരുടെ വലത്തേ കരം ഉയർത്തിപ്പിടിക്ക്, എൻ്റെ പേരും കൂടെ അവിടെ എഴുതണമേ. ആരെയും നോക്കണ്ട, കണ്ടറിഞ്ഞിരിക്കട്ടെ. വലത് കരം ഉയർത്തിപ്പിടിക്കുക. യേശുവേ എൻ്റെ പേരും കൂടെ അവിടെ എഴുതണമേ, എൻ്റെ പേരും കൂടെ അവിടെ എഴുതണമേ. കരം താഴ്ത്തിയിടാം. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ഞാൻ ഇതുവരെ സ്നാനപ്പെട്ടില്ല. ദൈവവചനത്തിൽ യേശു സ്വീകരിച്ച സ്നാനം സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് വരുവാൻ അല്പം താമസിക്കുമെങ്കിൽ, എനിക്ക് അല്പം കൂടെ ജീവിക്കുവാൻ സമയം തരുമെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടു കൊള്ളാമേ, ഞാൻ സ്നാനപ്പെട്ടു കൊള്ളാമേ എന്നാഗ്രഹിക്കുന്ന എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? അവർക്ക് വലത്തേ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാം. എനിക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്. കരം നേരെ ഉയർത്ത്. ഈ കരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരു പ്രത്യാശ ഗാനം പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ. പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ. താമസമന്യേ മേഘത്തിൽ വരുന്ന, താമസമന്യേ മേഘത്തിൽ വരുന്ന കാന്തയവനെ ചേർത്തിടും നിശ്ചയം, കാന്തയവനെ ചേർത്തിടും നിശ്ചയം. പ്രിയ രക്ഷകൻ നീതി സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ. പ്രിയ രക്ഷകൻ നീതി സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ. യെരൂശലേമിൻ തെരുവിലൂടെ ക്രൂശുമാരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവേ. യെരൂശലേമിൻ തെരുവിലൂടെ ക്രൂശുമാരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവേ. ശോഭിത പട്ടണത്തിൽ മൂപ്പുകളാലുള്ള, ശോഭിത പട്ടണത്തിൽ മൂപ്പുകളാലുള്ള വീടുകൾ തീർത്തിടും വേഗത്തിൽ വരുമോ, വീടുകൾ തീർത്തിടും വേഗത്തിൽ വരുമോ. പ്രിയ രക്ഷകൻ നീതി സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ. പ്രിയ രക്ഷകൻ നീതി സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ വികത്തിലെ കഷ്ടം സാരമോ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ വികത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശഗാനം പാടി ഞാൻ നിത്യവും, പ്രത്യാശഗാനം പാടി ഞാൻ നിത്യവും. സ്വർഗീയ സന്തോഷമെന്നിലുണ്ടു എന്നേലക്ക, സ്വർഗീയ സന്തോഷമെന്നിലുണ്ടു എന്നേലക്ക. പ്രിയ രക്ഷകൻ നീതി സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ. പ്രിയ രക്ഷകൻ നീതി സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ. നീതി സൂര്യൻ വരുമ്പോൾ കൽപ്പനയിൽ കാന്തി ഇരുൾ നിറം മാറിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ കൽപ്രഭയിൽ കാന്തി ഇരുൾ നിറം മാറിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ. കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം, കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം. പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ. പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ. താമസമന്യേ മേഘത്തിൽ വരുന്ന, താമസമന്യേ മേഘത്തിൽ വരുന്ന കാന്തയവനെ ചേർത്തിടും നിശ്ചയം, കാന്തയവനെ ചേർത്തിടും നിശ്ചയം. പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യന
സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ പ്രിയ രക്ഷകൻ നീതി 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 സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ രാജ ശബ്ദരെ ദീപരാജ ശബ്ദരെ ദീപരാജ ശബ്ദരേ രാജ ദീപരെ ദീപരാജ ശബ്ദര ദീപരാജ ശബ്ദരേ ദീപരാജ ശബ്ദരെ രാജ ദീപര ദീപരാജ ശബ്ദരേ രാജ ദീപരെ ദീപരാജ ശബ്ദരെ ദീപരാജ ശബ്ദരേ ഹല്ലേലൂയ ഹല്ലേലൂയ Oh, thank you, Jesus. Hallelujah. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ യോഗത്തിന്റെ രണ്ടാമത്തെ ഈ രാത്രിയിലും ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തി പിതാവേ, ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ, ദൈവിക ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ, അതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, ഞങ്ങൾ ദൈവത്തിന്റെ വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല, അതിനെ ചെയ്യുന്നവരായും ഇരിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ഇതുവരെയും കർത്താവിന്റെ പാദപീഠത്തിലായിരുന്ന, ഇന്നും ഇന്നലെയുമായി കർത്താവിന്റെ വചനം കേട്ട കർത്താവേ, ഇതിനകത്ത് വന്ന ഭവനങ്ങളിൽ, വഴിയോരെ, കടത്തിണ്ണകളിൽ, മറ്റിതരമായ കർത്താവേ മാർഗത്തിലൂടെ ഈ ദൈവവചന സന്ദേശം കേട്ട ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ജീവിതം നിത്യമായ ജീവനെ പ്രാപിക്കുവാൻ ഇന്ന് രാത്രി കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവേ, കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. വീണ്ടും കർത്താവ് അനുഗ്രഹിക്കണമേ. ദീർഘായുസ്സോടെ, ബലത്തോടെ, ശക്തിയോടെ ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക് പ്രയോജനകരമാക്കിയ ദൈവം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഗാനങ്ങൾ ആലപിച്ച പ്രിയ കോയ ടീമിനായി സ്തോത്രം ചെയ്യുന്നു. അതിന് ചൊക്കാൻ പിടിച്ച അഭിഷത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഈ ദേശത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ചുറ്റുവഴി ഓരോ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ സഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ കർത്താവേ, സുവിശേഷ യോഗത്തിന് വേണ്ടി കർത്താവ് ഒരുക്കി അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിനായി, അവരുടെ തലമുറകൾക്കായി, കൊച്ചുമക്കൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, എത്രകാലം ഇന്ന് രാത്രി വളരെ ദാഹത്തോടെ, വളരെ പ്രാർത്ഥനയോടെ കടന്നു വന്ന ഈ ജനത്തെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചയക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ കേട്ട ദൈവിക സന്ദേശം കേട്ട് ഞങ്ങളാരും നശിച്ചു പോകാൻ അങ്ങിടയാകല്ലേ കർത്താവേ. ദൈവവചനം പറയുന്നത് പോലെ മാനശാന്തരപ്പെട്ട്, ദൈവവചനം പറയുന്ന പോലെ യേശു എടുത്ത സ്നാനപ്പെട്ട്, മർക്കോസിന്റെ മാളിക മുറിയിൽ ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയും കർത്താവേ 120 പേരടങ്ങുന്ന സംഘം കാത്തിരുന്ന് പ്രാപിച്ച പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിയിൽ വേർപെട്ടങ്ങെ ആരാധിച്ച് നിത്യജീവനെ, നിത്യമായ സ്വർഗരാജ്യത്തെ പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന കൊണ്ട് നന്ദി പറയുകയാണ് കർത്താവേ. ഈ ദേശത്തെ കർത്താവേ സ്നേഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച, ചെലവിട്ട, കർത്താവെ പ്രവർത്തിച്ച, പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു കർത്താവേ. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി വിവിധങ്ങളായ വേദനയോടെ, രോഗത്തോടെ, ക്ലേശങ്ങളോടെ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വിടുതലുകളുടെ മക്കളുടെ മേലയക്കേണ്ടതിനായി കർത്താവെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിച്ചാട്ടെ. കർത്താവിന്റെ വരവിനായി ഞങ്ങൾ ഒരുക്കണമേ. പ്രാർത്ഥനയാതന ദൈവം കേട്ടതിനായി സ്തോത്രം
സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം എല്ലാ ക്രമീകരണങ്ങളും കാലാവസ്ഥ അനുകൂലമാക്കി, ശബ്ദം വെളിച്ചം വൈദ്യുതി അനുകൂലമാക്കി എല്ലാം ദൈവം തീർത്തല്ലോ കർത്താവേ. എല്ലാത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. എല്ലാം മഹത്വം അങ്ങേക്ക് മാത്രം ഇരിക്കട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ആശീർവാദം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നാം ഓരോരുത്തരോടും മടക്ക യാത്രയോടും പ്രാപ്തിച്ച വിഷയങ്ങളോടും ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വചനം ശുശ്രൂഷ മടങ്ങുന്ന അഭിഷക്തനോടും ഈ കൺവെൻഷൻ മുഖാന്തരമായ വാശിലെ കുടുംബത്തോടും ഈ ദേശത്തിന്റെ ആത്മീയുണർവും രക്ഷയോടും വിടുതലിനോടും എന്നും എന്നേക്കും കർത്താവിന്റെ വരവുരയുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നലെ ഇന്നുമുള്ള സുവിശേഷത്തിലൂടെ കൂടെ ഇത്രത്തോളം ജയം നൽകിയ പിതാവായ ദൈവത്തിന് ഇരുകരമുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വരണമേ. കർത്താവ് എല്ലാവരും ധരണനിരിക്കട്ടെ. പ്രാർത്ഥന ആവശ്യം മുന്നിലേക്ക് വന്നാൽ പ്രിയ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നാളെ രാത്രി മുള്ളുകാട് ചർച്ചിൽ വെച്ച് 7 മണിക്ക് യോഗം നടക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥന കടന്നു വരിക. ഞായറാഴ്ച രാവിലെ 8 മണി വിശ്വ സഭായോഗമുണ്ട്. മറ്റ് ഉപദേശമുള്ള അനുഗ്രഹിക്കും സഭയിൽ പോകാത്ത പ്രിയപ്പെട്ടവർ കടന്നു വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. കടന്നു വന്നവർക്ക് നന്ദി അറിയിക്കുന്നു. നമ്മുടെ സഹോദരന്മാർക്ക് നിന്ന് കാര്യങ്ങൾക്ക് നിർവഹിച്ചിട്ട് പോകുക. ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ടാർപ്പുളിന് അടിക്കണം. മേലിൽ ബോക്സൊക്കെ ഇറക്കാനുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രാർത്ഥന ആവശ്യമുള്ളിലേക്ക് വന്നാൽ പാസ്റ്റർ പ്രാർത്ഥിക്കും.